അവിടെ കളയുള്ളൂ. എൻ്റെ എല്ലാത്തിലും നബി കയറിക്കൂടിയാൽ പിന്നെ ഒരു സുഷിരത്തിലും ആരില്ല. തവല്ലത്തി കയറാൻ നോക്കിയിട്ട് പിന്തിരിഞ്ഞുപോയി. കയറാൻ സ്ഥലം കിട്ടുന്നില്ല. ഉള്ളിക്ക് കയറക്കൂടാൻ കഴിയൂല. തവല്ലത്തി പിന്തിരിഞ്ഞുപോയി. മറ്റേത് സംസ്കാരവും എന്നിൽ കയറിയില്ല. സംസ്കാരങ്ങളൊന്നും പലതുണ്ട്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം ഉണ്ട്, അത് കുഫ്രിയത്തിൻ്റെ സംസ്കാരം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം കുഫ്രിയത്തിൻ്റെ സംസ്കാരം. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അടിസ്ഥാനം കുഫ്രിയത്താണ്. ഫറോവൈസം ഒക്കെ കുഫ്രിയത്താണ്. ലോകത്തെ ഏറ്റവും വലിയ സംസ്കാരങ്ങളൊക്കെ അവരെ മുന്നിലുണ്ട്. ആ സംസ്കാരങ്ങളൊന്നും എൻ്റെ ഉള്ളിൽ കയറിയില്ല. എന്തുകൊണ്ട്? മുഹമ്മദിയത്തുണ്ട്. അതങ്ങോട്ട് കയറി സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അതിൽ മനുഷ്യത്തുണ്ട്, അതിന് കലയുണ്ട്, സാഹിത്യമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നന്മയെയും നിരാകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ പാട്ടുണ്ട്, കലയുണ്ട്, സംസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. ഒരു നന്മ ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. മനുഷ്യന് സർഗസിദ്ധമായി ലഭിക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ ഒക്കെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിന്നല്ലേ പാട്ട് പാടാൻ അനുവാദം കൊടുത്ത്? അക്കാലത്തെ ഏറ്റവും വലിയ പാട്ടുകാരന് അതല്ലേ ഹസ്സാൻ ബിൻ സാബിത്ത്. പൂങ്കുയില റസൂലാണ് പൂങ്കുയിൽ എന്ന് പേര് കിട്ടിയ സയ്യിദുനാ ഹസ്സാൻ ബിൻ സാബിത്ത് മദീന പള്ളിയിലല്ലേ പാട്ട് നടത്തിയത്? മുത്തുനബിയെ പറ്റി പറയുന്ന പാട്ട് മദീന പള്ളി. ഒരു മനുഷ്യന്റെ സർഗസിദ്ധിയെയും ഇല്ലാതെയാക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഏത് സർഗസിദ്ധിയെയും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ സംസ്കാരമുള്ള നാടുകളിൽ, കലയുടെയും സംസ്കാരത്തിൻ്റെയും നാട്ടിൽ ഏറ്റവും വളരെ കവിതയാണ്. കവിത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മനുഷ്യൻ്റെ സർഗസിദ്ധികളിലെ ഏറ്റവും അവസാനത്തെ മകുടം എന്ന് വേണമെങ്കിൽ കവിതയെ പറയാം. കവിത എന്ന് പറഞ്ഞാൽ ഒരു സാധന, അതായിട്ട് വഴങ്ങൂല. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയും, കവിത എഴുതാൻ കഴിയില്ല. ഒരുത്തൻ കവിത എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓനെ പേടിക്കണം. ഓൻ ഭാഷ അറിയും. ഭാഷ അറിയാത്ത കവിത വഴങ്ങൂല. പ്രസംഗത്തിൽ ആരും തെറ്റും ശരിയും നോക്കൂല. കാരണം പ്രസംഗം മൊത്തം തെറ്റായിരിക്കും. പിന്നെന്താ ഞാൻ തെറ്റും ശരി നോക്കണം? കവിത അങ്ങനെയല്ല. കവിത എന്ന് പറഞ്ഞ ഒരു പണിയാണ്, ഭയങ്കര പണിയാണ്. അത് ചെറിയ കവിതയാണെങ്കിൽ പോലും വലിയ പണിയാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഭാഷ കുടിക്കൊണ്ടാലേ കവിത എഴുതാൻ പറ്റുള്ളൂ. സിദ്ദീഖുൽ അക്ബർ കവിയ, നിമിഷ കവിയ. സിദ്ദീഖുൽ അക്ബർ. ഫാത്തിമ ബീവി നിമിഷ കവിയ. കവയത്രിയായ ഫാത്തിമ ബീവിയുടെ എന്തൊക്കെ കവിതകളാ, എന്തൊക്കെ കവിതകളാ ഫാത്തിമ ബീവിയുടെ. ഇങ്ങോട്ട് നോക്ക്. ഫാത്തിമ ബീവിയുടെ അതിമനോഹരമായ ഒരു കവയത്രിയ. ആര്? ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണ്. അപ്പൊ അവിടെ കുടിക്കൊള്ളുന്നതാണ് കവിത. കവിത അതൊന്നും ഇവിടെ പറ്റൂല. അങ്ങനെയാണോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഫാത്തിമ ബീവി നിമിഷ കവയത്രിയ. നിമിഷ നേരം കൊണ്ട് കവിത എഴുതും. ആര്? മനുഷ്യൻ്റെ സർഗസിദ്ധമായ മനുഷ്യൻ്റെ പ്രതിബദ്ധങ്ങളിലെ ഏറ്റവും മകുടത്തിലിരിക്കുന്ന സാധനമാണ് എന്ത്? കവിതാരചന. ഭയങ്കര പണിയാണ്. അതൊരു സിദ്ധിയ. ഭാഷ അറിയാത്തൊരാൾക്ക് കവിത എഴുതാൻ കഴിയില്ല. ഭാഷ കയ്യിലിട്ട് അമ്മാനമാണ്. രാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വില കണ്ടു എന്നൊരു കവിതയെക്കുറിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് 1984 ഒരു വർഷത്തോളം നീണ്ട വെട്ടും തട്ടും തടവും മനോരമയിലും മാതൃഭൂമിയിൽ നടന്ന എൻ്റെ ഓർമ്മയുണ്ട്. രാഗിപ്പറക്കോ പരുന്ത് എന്നാണ് ചോദ്യം. ആ ചർച്ചയിൽ പങ്കെടുത്ത് സുമാറായിക്കോട് അടക്കമുള്ള ആളുകളാണ്. ഭയങ്കര പണിയായിരുന്നു. സാഹിത്യകാരന്മാരെ അതിൽ അടികൂടിയതിന് കണക്കില്ല. അല്ലെങ്കിൽ വലിയ സന്തോഷമാണ്. എന്തുകൊണ്ട്? ഭാഷ ഒരു സാഹിത്യകാരന്മാർ തമ്മിലുള്ള ചർച്ചയിൽ വലിയ ലാഭം ഉണ്ടാവും. ഭാഷ പഠിയും. തേനും പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം എന്ന കവിതയെക്കുറിച്ച് പിൽക്കാലത്ത് മനോരമയിൽ ഒരു ചർച്ച എനിക്ക് ഓർമ്മയുണ്ട്. പാലും പഴവും സമീകൃത ആഹാരമല്ല, അതുകൊണ്ട് അങ്ങനെ കവിത എഴുതാൻ പാടില്ല.
മനസ്സിലായില്ല? പാലിന് പഴമോ പഴത്തിന് പാലോ ചേരൂല. പാലും പഴവും സമീകൃത ആഹാരമാണോ അല്ലയോ എന്ന വിഷയത്തിൽ കേരളത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. എന്താ കാരണം ഇതാണ്. എന്താ മറ്റേ പാലും പഴവും അങ്ങനെ എന്താണ് ആ കവിതൻ്റെ തുടക്കം ഓർമ്മ നിങ്ങൾക്ക്? പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അത് പാലും പഴവും പോരെങ്കിൽ എന്നാണെങ്കിൽ പാലും പഴവും ഒപ്പിച്ച് എഴുതാൻ പാടില്ല, സമീകൃത ആഹാരമല്ല എന്നാണ് അതിനെക്കുറിച്ച് ആര് പറഞ്ഞത്? മനസ്സിലായില്ല? ഭക്ഷണശാസ്ത്രജ്ഞന്മാർ ഇടപെട്ടിട്ടില്ലേ? അതിൽ മറ്റൊരു പേരേക്ക് പോയി. ഇതൊക്കെ വലിയ രസമാണ്. ഈ സാഹിത്യകാരന്മാരുടെ ചർച്ചകൾ എന്നാ ഭയങ്കര രസമാണ്. എന്തുകൊണ്ട്? വിജ്ഞാനം ഉണ്ടാവും. മനസ്സിലായില്ലേ? എന്നതുപോലെ കവിതാർത്ഥം എല്ലാം കഴിയില്ല. ഇത് ഫാത്തിമ ബീവി പ്രധാന കവിയത്രിയാണ്. അപ്പൊ ഒരു സർഗസിദ്ധിയെയും ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ കവിത ഉണ്ട്, ഹബീബ അറബി വഫാത്താണ് അന്ന്. എൻ്റെ കയ്യിലുണ്ട് സിദ്ദീഖുൽ അക്ബർ എഴുതിയ കവിത, ഉമർ ഇബ്നു ഖത്താബ് എഴുതിയ കവിത. അന്ന് എഴുതിയ കവിത എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ നിലവിലുണ്ട്. ഞാൻ ആ കവിത പഠിച്ചിട്ടുണ്ട്. റസൂൽ വഫാത്തായ അന്ന് എഴുതിയ കവിത. ആരുടെ? സിദ്ദീഖ്. അപ്പോൾ ഭാഷാ സംസ്കാരത്തിൻ്റെ മേൽത്തട്ടിലായിരുന്നു ആ ജനത. അപ്പോൾ ആ ജനതയുടെ ഒരു സർഗസിദ്ധിയെയും നബി നിരാകരിച്ചിട്ടേ ഇന്നും നിരാകരിച്ചിട്ടില്ല. പോവരുതേ വാവാ പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അങ്ങനെ അതാണ് അങ്ങനെ കവിത, അതന്നെ കവിത. മനസ്സിലായില്ലേ? അപ്പൊ എന്നതുപോലെ കവിത എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഭാഷ വളരുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ കവിത വളരും. ഒരു സമൂഹത്തിൽ സാഹിത്യം പുറകോട്ട് പോയാൽ നല്ല കവികൾ ഉണ്ടാവില്ല. പ്രഭാഷണം നടത്താൻ ആർക്കും കഴിയും, പക്ഷെ കവിത എഴുതാൻ കഴിയില്ല. കവിത ഭയങ്കര പണിയാണ്. അതുകൊണ്ടാണ് കവിതയിൽ പൊറുത്തു കൊടുക്കേണ്ടി വരും, മറ്റിടത്ത് പലതും പൊറുക്കാത്തത് കവിതയിൽ പൊറുക്കേണ്ടി വരും എന്നത് അറബിയുടെ ആപ്തവാക്യ. ചിലതിൽ ജാറ് മർഫൂഅൊക്കെ വായിക്കും, അറബിയിൽ നിയമത്തിനെതിരെ വായിക്കും. എന്തുകൊണ്ട് നിയമത്തിനെതിരെ വായിച്ചു? അത് കവിതയാണ്. കവിതയ്ക്ക് ഇപ്പോൾ ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കവിത ഒത്തു കിട്ടില്ല, ഭയങ്കര പണിയാണ്. ഇത് ഫാത്തിമ ബീവിയാണ് നിമിഷ കവയത്രി. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വമാ അല്ലംനാഹു ശഅറ വമാ യംബഗി ലഹു എന്ന ആയത്തില്ലേ? അപ്പോൾ റസൂലുള്ളാഹി കവിതയെ നിരാകരിച്ചിട്ടില്ലേ? ഇല്ല. ഇത് ഖുർആൻ എന്നാൽ അതൊരു കവിതയാണെന്ന് വായിച്ചവർക്കുള്ള മറുപടിയാണ് ആയത്ത്. ഇത് കവിതയല്ല. വമാ അല്ലംനാഹു ശഅറ, ഈ ആൾക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കവിതയുമായി ഇറങ്ങേണ്ട ആവശ്യവും ഈ ആൾക്കില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ, ഇതൊരു സദുപദേശം മാത്രമാണ്. ഇതെന്തല്ല പറ, ഇതെന്തല്ല? അതിനർത്ഥം കവിതയെ നിരുത്സാഹപ്പെടുത്തിയെന്നല്ല. ഏറ്റവും വലിയ കവി തന്നെയാണ് അവര്. കവിത റസൂലുള്ളാഹി വന്നത് കവി വന്നിട്ടുണ്ട്. അനനബിയുൻ ലാ കദിബ് അന ബിനു അബ്ദിൽ മുത്തലിബ്. കവിതകൾ. അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ യഥാർത്ഥ സഹോദരൻ. ആ ആളുടെ കവിത എത്രയാ? നല്ലദീ സമ്മത്തിൽ ഉമ്മി ഹൈദറ കലൈസി ഗാബാതിൻ കരീഹിൽ മൻവറ. യുദ്ധക്കളത്തിൽ വാളും കൊണ്ട് ഇറങ്ങുമ്പോഴും ആദ്യം വരുന്നത് വെട്ടല്ല, കവിത. അപ്പോൾ ആ ജനതയുടെ സംസ്കാരം തന്നെ എന്താ? കവിത. ഒരു ജനതയിൽ സാഹിത്യം വളർന്നിട്ടുണ്ടെങ്കിൽ കവിത വരും. പാവത്താനായി നടന്ന സിദ്ദീഖിൻ്റെ കവിത എത്രയാണ്? പുണ്യ റസൂൽ വഫാത്തായ ദിവസം കവിതയാ സിദ്ദീഖിന്. നിങ്ങൾ വിജയ ഹഷൂനത്തുൽ ബദൻ, വലിയ പരുഷ സ്വഭാവി എന്ന് പറയപ്പെടുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അങ്ങനത്തെ ആളുകൾക്ക് ഈ പരുഷന്മാരാകുമ്പോൾ കവിത നടക്കില്ല. മനസ്സിലായി? നല്ല പാട്ടും പാടുമെങ്കിലും വാപ്പാൻ്റെ മുന്നിൽ വാപ്പ ഒരു സോഫ്റ്റ് മനുഷ്യനാണ്. അപ്പോൾ വാപ്പാൻ്റെ മുന്നിൽ 4 പാട്ടൊക്കെ പാടിയിരിക്കണ നമ്മിലാണ് ഒരു കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത ഒരു മൂത്താപ്പ വല്ല ഹഷൂനത്തായ വല്ല ആരെയും കണ്ണുറ്റി പഠിപ്പിക്കും. മൂത്താപ്പ വരുമ്പോക്കിന് കുട്ടികൾ പോയി. എന്ത് മൂത്താപ്പാക്ക് പാട്ടൊന്നും നടക്കൂല. അങ്ങനത്തെ സ്വഭാവവും അല്ലേ റസൂലുള്ളാഹിക്ക്. കുട്ടികൾ പാട്ട് പാടിയപ്പോൾ പാടിക്കോളി എന്ന് പറഞ്ഞു. പാട്ട് പാടുന്നതിന് നബി അങ്ങോട്ട് കടന്നു.
അപ്പോൾ പാട്ട് പാടുന്ന കുട്ടികൾ നബി തിരിഞ്ഞപ്പോൾ പാട്ട് നിർത്തി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, പാട് പാട് പാട്, പാട്ട് കേൾക്കാൻ വേണ്ടിയാ കിടക്കണത്. നബിയും പാടി. എന്ന് പുണ്യ റസൂലിന്റെ മുന്നിൽ അൻസാരികൾ പാട്ടുപാടി ഖന്തക്കിന്റെ ദിവസം. ഉടൻ റസൂലിനെ തിരിച്ചു പാടി. എന്ത്? അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫഅക്രിമിൽ അൻസാറ വൽ മുഹാജിറ. റസൂലുള്ളാഹിന്റെ കവിതയാണ്. അപ്പോൾ വമാ അല്ലംനാഹു ശിഅറ എന്നാൽ ഖുർആൻ കവിതയല്ലേ ഉള്ളൂ. ഒരു കവിതയെ റസൂലുള്ളാഹി രാഗിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഫാത്തിമ ബി റസൂലുള്ള കരളിന്റെ കഷ്ണാണ്. കവയത്രിയാ ഇടും പെട്ടെന്ന് ആ പാട്ട് വരും. അപ്പോൾ ഒരു സർഗസിദ്ധിയും മനുഷ്യന് ഉപകാരപ്രദമായ ഒരു സർഗസിദ്ധിയും ഇസ്ലാം നിരാകരിച്ചിട്ടേയില്ല. പക്ഷെ അതൊക്കെ മുഹമ്മദീയത്തിലെയാണ് വരിക. ഏതെങ്കിലും ഒരു സർഗസിദ്ധിയുടെ പേരിൽ ഏതെങ്കിലും ഒരു സർഗസിദ്ധിയുടെ പേര് പറഞ്ഞ് മനുഷ്യൻ്റെ അസ്ലിനെ നിഷേധിക്കുന്ന ഒന്നും ഇസ്ലാമിലുണ്ടാകൂല. ഇന്ന് മുഹമ്മദീയത്തിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ കവിതകളും സാഹിത്യങ്ങളും വരുന്നത്. അത് യൂറോപ്പിൻ്റെ ചതിയ. വിദ്യാഭ്യാസം എന്ന പേരിൽ വരുന്നത് ചതിയ. അത് യൂറോപ്പിൻ്റെ ചതിയ. അത് വിദ്യാഭ്യാസമല്ല, അതിന് ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം?